ഇവിടെ അമേരിക്കൻ സൈന്യം യാത്ര ചെയ്തിരുന്ന യുദ്ധവിമാനം ക്രാഷായി കടലിൽ വീഴുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടിൽ അവർ കയറുന്നു. ആരും രക്ഷിക്കാൻ വരാതെ ദിവസങ്ങളോളം അവർ കടലിൽ കഴിയുന്നു. അവർ കടലിൽ നിന്ന് മീൻ പിടിച്ച് പച്ചയ്ക്ക് അത് കഴിച്ച് സർവൈവ് ചെയ്യുന്നു. ഒരു ദിവസം ഒരു വിമാനം പറക്കുന്നത് കണ്ട് അവർ ഫ്ലെയർ ഗൺ യൂസ് ചെയ്ത് ആകാശത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. ആദ്യം അവരെ കാണാതെ പോയ വിമാനം തിരികെ വരുന്നു. ഇവർ ഹാപ്പി ആവുമെങ്കിലും പിന്നീടാണ് മനസ്സിലാവുന്നത് അവർ ഇവരെ രക്ഷിക്കാനല്ല വരുന്നത്, അത് എനിമീസ് ആണ്. അവർ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഇവർ കടലിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. ആ വിമാനം അവിടെ നിന്ന് പോകുന്നു. ദിവസങ്ങൾ പോകുന്തോറും അവർ വളരെ ക്ഷീണിതരായിക്കൊണ്ടിരിക്കുന്നു. അതിലൊരാൾ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇവർ ബോട്ടിൽ മയങ്ങിക്കിടക്കുമ്പോൾ ഒരു ഷിപ്പ് അവരുടെ അടുത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ അവർ ശത്രുരാജ്യമായ ജപ്പാന്റെ സൈനികരാണ്. അവർ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നു. അവിടെ നിന്ന് രണ്ടുപേരെയും വേറെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവൻ വന്നെത്തിയത് ക്രൂരനായ ഒരു ഓഫീസർ ഉള്ള സ്ഥലത്താണ്. അയാൾ ദിവസവും ഇവനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. ഒരു ദിവസം നന്നായി നിൽക്കാൻ പോലും ശേഷിയില്ലാതിരുന്ന അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഭാരമുള്ള വലിയൊരു തടിക്കഷ്ണം ഉയർത്താൻ പറയുന്നു. അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിലും പരമാവധി ശ്രമിച്ച് അവനത് ഉയർത്തുന്നു. ഉടനെ ആ ഓഫീസർ അവൻ ആ തടി തറയിലിടുകയാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അവൻ വീഴാൻ പോകുമെങ്കിലും ആ തടി തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ആ ഓഫീസറിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നു. ദേഷ്യം വന്ന ഓഫീസർ അവനെ ഭയങ്കരമായി അടിക്കുന്നു. അവസാനം ഒരു ദിവസം ഇവരുടെ ക്യാമ്പിന് മുകളിലൂടെ അമേരിക്കൻ വിമാനം പറക്കുന്നു. അവർ യുദ്ധം അവസാനിച്ചതായി ഫ്ലൈറ്റിൽ റെഡ് ലൈറ്റ് കത്തിച്ചറിയിക്കുന്നു. എല്ലാവരും ഹാപ്പി ആവുന്നു. കാരണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് ഇവരെ ഇവിടെ തടവിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം അവസാനിച്ചത് കൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. ഇവൻ തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു.